അസമിൽ 2-ൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് സർക്കാർ ജോലിയിൽ നിരോധനം ഏർപ്പെടുത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സീറോ മലബാർ പ്രോ ലൈഫ് അപ്പോസ്തോലേറ്റ്. സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുവാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടോ എന്ന് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഉന്നത നീതിപീഠങ്ങളും വിലയിരുത്തണമെന്നും പ്രോ ലൈഫ് അപ്പോസ്തോലേറ്റ് ആവശ്യപ്പെട്ടു. 2021 ജനുവരി 1 മുതൽ പുതിയ നിയമം കൊണ്ടുവരുവാനുള്ള അസം മന്ത്രിസഭാ തീരുമാനം കുടുംബങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രോ ലൈഫ് അപ്പോസ്തോലേറ്റ് ആരോപിച്ചു. കുടുംബങ്ങളുടെ ആസൂത്രണം എന്നത് കുട്ടികളുടെ എണ്ണം കുറയ്ക്കൽ മാത്രമായി മാറരുതെന്നും കുടുംബങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകുവാൻ സർക്കാരിന് കഴിയണമെന്നും പ്രോ ലൈഫ് അപ്പോസ്തോലേറ്റ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. കുടുംബങ്ങളുടെ ആസൂത്രണം എന്നത് കുട്ടികളുടെ എണ്ണം കുറയ്ക്കുകയാണ് എന്ന ഒരു ധാരണ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. സർക്കാർ പലപ്പോഴും അങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കുട്ടികളുടെ എണ്ണം കുറയ്ക്കലല്ല കുടുംബ ആസൂത്രണം. കുടുംബങ്ങളുടെ ക്ഷേമം, ഐശ്വര്യം, പുരോഗതി എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് വേണ്ടത്. അതുവഴി ദമ്പതികൾക്ക് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുകയാണ് സർക്കാരിൻ്റെ ബാധ്യത. അതിന് പകരം കുട്ടികളുടെ എണ്ണം കുറച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും, അത് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമാകും എന്നൊക്കെ ചിന്തിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാഴ്ചപ്പാടാണ്. കുട്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് തീരുമാനമെടുക്കുവാൻ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മക്കളിൽ 8ാമനാണ് എന്ന വസ്തുതയും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ദമ്പതികളെന്ന നിലയിൽ മക്കളെ സ്വീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള നീക്കങ്ങൾ കുടുംബജീവിതത്തോടുള്ള നിഷേധവും മനുഷ്യമഹത്വത്തോടുള്ള അനാദരവുമാണെന്നും അപ്പോസ്തോലേറ്റ് ആരോപിച്ചു. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.